Hello, good morning all. Morning. ഫവാസർ ഫവാസർ സ്റ്റാർട്ട് ചെയ്യാല്ലേ? ഫവാസറിനെ കാണില്ലല്ലോ. വന്നു. ഹായ്, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. Good morning. ഗുഡ് മോർണിംഗ് ഓൾ. Morning. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. സുഖമായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോ തുടങ്ങാം അല്ലേ? ഓഡിബിൾ അല്ലേ? അതെ. ഓക്കെ. ഇപ്പൊ നമ്മുടെ കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും മോർണിംഗ് സർക്കിളിലേക്ക് വരികയാണ്. നമ്മളെ ഏറ്റവും സുന്ദരമായ പ്രഭാതങ്ങൾ അറിവ് പകരാനും പഠിക്കാനും നല്ലൊരു പ്ലാറ്റ്ഫോം നമ്മുടെ വിംബിളിന്റെ നേതൃത്വത്തിൽ നമുക്ക് തന്ന ഇങ്ങനൊരു ഏറ്റവും മികച്ച ഒരു പ്ലാറ്റ്ഫോം, അതിന് അവസരം തന്നതിന് ആദ്യം നമ്മുടെ വിംബിൾ ടീമിന് ഫൈസൽ സാറിന്, പ്രത്യേകിച്ച് ഇത് വളരെ ഭംഗിയായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്ന നമ്മുടെ സജന മാം, എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ പ്രത്യേകം അറിയിക്കുകയാണ്. ഇന്നത്തെ ടോപ്പിക് ശ്രദ്ധിച്ചിരുന്നോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ടോപ്പിക്? Pygmalion effect. താങ്ക് യു സുസന. ഇപ്പോ ഇന്ന് ടോപ്പിക് ഇതാണ്, പിഗ്മാലിയൻ എഫക്റ്റ്. എന്താണ് പിഗ്മാലിയൻ എഫക്റ്റ്, എങ്ങനെ ആ പേര് വന്നു, അതുപോലെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് എക്സ്പെരിമെന്റ്, ഇതൊക്കെയാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇന്ററാക്ട് ചെയ്ത് മുന്നോട്ട് പോവാം. അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് കുറച്ച് ഡിസ്കഷനൊക്കെ ആയി നമുക്ക് തുടങ്ങാം. അപ്പോ എന്താണ് പിഗ്മാലിയൻ എഫക്റ്റ് എന്നുള്ളതാണ്. നമ്മൾ ഒരു വ്യക്തിയോട് നമുക്കുള്ള പ്രതീക്ഷ, ഒരു എക്സ്പെക്ടേഷന് ആ വ്യക്തിയുടെ പെർഫോമൻസിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അതെങ്ങനെ അവിടെ ഇമ്പ്രൂവ്മെന്റ്, പെർഫോമൻസിൽ റിസൾട്ട് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അതാണ് പിഗ്മാലിയൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് എവിടുന്ന് ആ പേര് വന്നു എന്ന് ചോദിച്ചാല്, ഇവിടെ ഒരു ശില്പി, പിഗ്മാലിയൻ എന്ന പേരുള്ള ഒരു ശില്പി, അദ്ദേഹം ഒരു ആനക്കൊമ്പില് തന്റെ സ്വപ്നത്തിലുള്ള ഒരു സ്ത്രീയുടെ രൂപം സങ്കല്പിക്കാൻ, തന്റെ സങ്കല്പത്തിലുള്ള ഒരു സ്ത്രീയുടെ രൂപം ആനക്കൊമ്പില് വാർത്തെടുക്കുകയാണ്. അങ്ങനെ ആ ശില്പത്തിന് ജീവൻ വരണമെന്ന് അതേ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. അങ്ങനെ ആ ശില്പത്തിന് ജീവൻ വെക്കുക എന്നാണ് പറയപ്പെടുന്നത്. ഇതൊരു മിത്താണ്. അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്ന കാര്യം യാഥാർത്ഥ്യമാകും എന്നുള്ളതിന്റെ ഒരു കാര്യമാണ് ഈ പിഗ്മാലിയൻ എഫക്റ്റ്. അതിന്റെ ഒരു പേര് വന്നത് അങ്ങനെയാണ്, ഒരു ഗ്രീക്ക് പേരിൽ നിന്നാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മളൊരു വ്യക്തിയോട് നമ്മൾ വിശ്വാസം പുലർത്തുമ്പോൾ അവരുടെ പെർഫോമൻസ്, അത് അവരുടെ ആക്ഷനിലേക്ക് അത് വരികയും അവരുടെ പെർഫോമൻസ് മെച്ചപ്പെടുകയും ചെയ്യുന്നതാണ്. ഉദാഹരണം പറയുമ്പോൾ, നമ്മളുടെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ പറയുമ്പോൾ നമ്മളെ ടീച്ചേഴ്സ് നമുക്ക് നൽകുന്ന അപ്രിസിയേഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾക്ക് നൽകുന്ന പോസിറ്റീവ് ഫീഡ്ബാക്സ് തരുമ്പോൾ അത് നമ്മളുടെ പെർഫോമൻസ്, നമ്മൾക്ക് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ആയിരിക്കാം, പക്ഷെ നമ്മൾ ആ ടീച്ചറിനോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ ആ സബ്ജക്റ്റ് പഠിക്കാൻ ശ്രമിക്കുകയും അവിടെ ആ സബ്ജക്റ്റ് നമ്മൾ പെർഫോമൻസ് മെച്ചപ്പെടുകയും ചെയ്തുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ? ഉണ്ട്. ഉണ്ട്. അതെ അല്ലേ? അപ്പോ അത് കാരണം വെച്ചാല് നമ്മള് അവർക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇത് കൊടുക്കുകയാണ്. അപ്പോ അവരിൽ അതൊരു പ്രതീക്ഷയാണ്, എന്നെ കൊണ്ട് കഴിയും എന്നുള്ളൊരു വിശ്വാസം വരുമ്പോൾ അത് അവരുടെ ആക്ഷനിൽ അത് സ്വാഭാവികമായിട്ടും കടന്നു വരികയും അത് നല്ലൊരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ നെഗറ്റീവ്
എക്സ്പെക്ടേഷൻ ഒരു കമന്റ് കൊടുക്കുമ്പോൾ അതിനെ ഗോളം എഫക്റ്റ് എന്ന് പറയും. അവരുടെ പെർഫോമൻസ് പൂറായി മാറുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു ടീച്ചർ അതല്ലെങ്കിൽ ഒരു പേരന്റ് നമ്മളെ കുട്ടിയെ കുറിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ പെർഫോമൻസിൽ സത്യത്തിൽ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നതാണ്. ഇതില് ഒരു സയന്റിസ്റ്റ്, അതായത് ഒരു മനഃശാസ്ത്രജ്ഞൻ റോസന്തൽ ജേക്കബ്സ് എന്നുള്ള ഒരു സയന്റിസ്റ്റ് 1968 നടത്തിയ ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്. അവര് ഒരു സ്കൂളിലെ ടീച്ചേഴ്സിനോട് പറയാണ്, കുറച്ച് കുട്ടികൾ തെരഞ്ഞെടുത്തിട്ട് പറയാണ്, ഈ കുട്ടികൾ ഹൈ പൊട്ടൻഷ്യൽ ഉള്ള കുട്ടികളാണ്, ഇവർക്ക് യഥാർത്ഥത്തില് മറ്റേ ഇവരെ ഒന്ന് ട്രെയിൻ ചെയ്തെടുക്കണം എന്ന് പറയാം, നല്ല പൊട്ടൻഷ്യൽ ഉള്ള കുട്ടികളാണ്, ഇവരൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറയും. അപ്പോ യഥാർത്ഥത്തിൽ ആ പ്രിൻസിപ്പാൾ ഈ ഇവര് ചെയ്തത് ഒരു നുണ പറഞ്ഞതാണ്. റാൻഡം ആയിട്ട് കുറച്ച് സ്റ്റുഡൻസിനെ തെരഞ്ഞെടുത്തിട്ട് ആ ടീച്ചേഴ്സിനെ ഏൽപ്പിക്കുകയാണ്. പക്ഷെ ടീച്ചേഴ്സിനോട് പറഞ്ഞത് ഇവര് ഇവിടെ സ്കൂളിലെ ഹൈ പൊട്ടൻഷ്യൽ സ്റ്റുഡൻസ് ആണെന്ന് പറയുന്നു. അപ്പൊ ടീച്ചേഴ്സ് അത് വിശ്വസിക്കുകയും അതിനനുസരിച്ച് അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ ആ ട്രെയിനിങ് കൊടുക്കുമ്പോൾ ടീച്ചേഴ്സ് അവരുടെ ഒരു മനസ്സിലൊരു വിശ്വാസമുണ്ട്. ആ പെർഫോമൻസും അതിനനുസരിച്ചുള്ള രീതിയിൽ ടീച്ചേഴ്സ് അവർക്ക് ആ ഒരു കെയറിങ്ങും സപ്പോർട്ടിങ്ങും അവരുടെ മനോഭാവം തന്നെ മാറുകയാണ്. കാരണം ഇവര് പെർഫോം ചെയ്യും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി അതിന് വേണ്ടതായ രീതിയിൽ എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുകയാണ്. അത് അതിനനുസരിച്ച് അപ്പൊ അവരെ റിസൾട്ടും മാറുകയാണ്. ഈ കുട്ടികൾക്ക് പെർഫോമൻസ് മാസങ്ങൾക്ക് ശേഷം നോക്കുമ്പോൾ ഹൈ പെർഫോം ചെയ്യുന്ന കുട്ടികളായിട്ട് അവർ മാറുകയാണ്. അതിനുശേഷമാണ് ഈ പ്രിൻസിപ്പാൾ പറയുന്നത് യഥാർത്ഥത്തില് ഒരു നോർമൽ സ്റ്റുഡൻസ് ആയിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞപ്പോ ഇവിടെ സംഭവിക്കുന്നത് നമ്മളുടെ ആറ്റിറ്റ്യൂഡാണ് മാറുന്നത്. ആ ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ് ഇവരുടെ പെർഫോമൻസ് ബെറ്റർ ക്വാളിറ്റി ഉള്ള പെർഫോമൻസ് ആക്കി മാറ്റാൻ സാധിച്ചതെന്നുള്ളതാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനോടുള്ള നമ്മുടെ മനോഭാവമാണ് നമ്മൾ റിസൾട്ട് തീരുമാനിക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതെങ്ങനെ പ്രവർത്തിക്കും ചോദിച്ചാൽ നമ്മുടെ ബിഹേവിയർ, ഒരു നമ്മളൊരു കാര്യത്തിനോടുള്ള നമ്മുടെ വിശ്വാസം അത് മറ്റുള്ളവർക്ക് എത്തിക്കുമ്പോൾ ഉള്ള. സജന മാം, സ്ക്രീനും ഷെയർ ചെയ്യാൻ പറ്റുമോ? ഒരു പിക്ചർ അയച്ചു. ഹലോ, ഷെയർ ചെയ്യണോ? അയച്ചുണ്ടോ? ശരി. എന്റെ അയച്ചു. ഓക്കെ, ഇത് കാണുന്നുണ്ടോ സ്ക്രീൻ? ഇല്ല കാണുന്നില്ലല്ലോ. അത് ഫസ്റ്റ് ആ ഡയഗ്രാം ഷെയർ ചെയ്യേണ്ടത് സജന മാം. അല്ല, കാണുന്നുണ്ടോ അത്? ഇല്ല, ഇതിലായിട്ടില്ല. ഇല്ല, ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ.
അതെ, ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഇടയ്ക്കൊക്കെ ഷെയർ മിന്നി കൊടുക്കും. മായുന്നുണ്ട്, പക്ഷെ അവിടെ നിക്കുന്നില്ല. ഒരു ബ്ലൂ കളർ വൈ ഷുഡ് എംബ്രേസ് യുവർ ഷാഡോ. അത് ഷെയർ ഒരു ചെയ്തിട്ടുണ്ട്. തവണ വന്നിരുന്നു, പിന്നെ അത് മിസ്സായി. അത് അതെ, ജസ്റ്റ് ഫ്ലാഷ് ചെയ്ത് പോയി അങ്ങ്. ആ ഫ്ലാഷ്. ഇപ്പൊ ഷെയർ ചെയ്ത പോലെ നിക്കണുണ്ട് സംഭവം. അതെ. എന്നാ ഓക്കെ, പ്രശ്നമില്ല. അത് അല്ല, ഇതിലും സാറങ്ങ് ഷെയർ ചെയ്തു. ഞാൻ ഹോസ്റ്റ് ആക്കട്ടെ. ഇത് ഇതിട്ട് സെക്കൻഡ് ഞാൻ ഒന്നും കൂടെ നോക്കി നോക്കട്ടെ. ഓക്കെ. നിന്നിട്ടില്ലല്ലോ അല്ലേ? ഇല്ലല്ലേ, എന്നാ ആ പോട്ടെ. ഞാൻ ഞാൻ ഹോസ്റ്റ് ആക്കി. പോയിന്റ് ജസ്റ്റ് പറയല്ലേ. ഇപ്പൊ വീണ്ടും ഫ്ലാഷ് ചെയ്തു, പക്ഷെ അങ്ങ് പോയി. ഓക്കെ ഓക്കെ. ഞാൻ ഹോസ്റ്റ് ആക്കാം, കുഴപ്പമില്ല. ഇതിലിപ്പോ ഹോസ്റ്റ് ആക്കട്ടെ. അത് മതിയോ? എന്നാലും ഇതെന്താ സംഭവിച്ചേ? അറിയില്ല. കുഴപ്പമില്ല, അത് നമുക്ക് ഗ്രൂപ്പിൽ ഇട്ടാ മതി. സാറ് ക്ലാസ് കണ്ടിന്യൂ ചെയ്തോ. ആ ഓക്കെ ഓക്കെ. അതെ, ക്ലിയർ ഇല്ലല്ലോ സജന. അപ്പൊ ഇതില് നമ്മള് ഈ പറയുന്നുണ്ടോ? ഹലോ. ഒരു ഡയഗ്രം ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ, അതൊന്ന് ഷെയർ ചെയ്യേണ്ടതല്ലേ ഡയഗ്രം. അതെ അതെ, ആ ഡയഗ്രം അയച്ചെന്നതാണ് ഷെയർ ചെയ്യേണ്ടത്. അപ്പൊ അതിന്ന് എടുത്തിട്ട് ഒന്ന് വാട്സപ്പിന് എടുത്തിട്ട് ഷെയർ ചെയ്തോ. ഞാൻ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. സജന മാം, ആ ഒരു ചാറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാരും ചാറ്റ് ബോക്സിൽ നോക്കിയാ പോരെ? അങ്ങനെ പറ്റുമോ നോക്കി നോക്കി. അതായാലും മതി. ചാറ്റ് ബോക്സിലാ ഉം. അങ്ങനെ പറ്റോ നോക്കട്ടെ. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. സെക്കൻഡ് ഫോട്ടോ പറ്റുമായിരിക്കും. നിങ്ങൾ സേവ് ചെയ്താല് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പോകും. ഇതാ വന്നുണ്ടാ? ഇല്ലല്ലോ. ചാറ്റ് ബോക്സില് വരുന്നുണ്ടോ? വരുന്നുണ്ട്. വരുന്നുണ്ട്. ആ വന്നു. ഇതാണോ? ഓക്കെ ഓക്കെ. യെസ്, വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നല്ലേ, എനിക്കിത് ആദ്യമായിട്ട് അറിയണേട്ടാ. ഓക്കെ. അപ്പോ ഇതില് ചിത്രത്തില് നമുക്കറിയാം പിഗ്മാലിയൻ എഫക്റ്റില് ഇതില് നമ്മളുടെ അവർ ബിലീഫ്സ്, നമ്മള് ലളിതമായി പറയുകയാണെങ്കിൽ നമ്മൾ മറ്റൊരാളെ കുറിച്ച് എന്ത് വിശ്വസിക്കുന്നു അതിനനുസരിച്ച് ആ വ്യക്തിയുടെ പ്രകടനം മാറുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു സാരം എന്ന് പറയുന്നത്. ഇത് ഇവിടെ ഈ ചിത്രത്തിൽ 4 ഘട്ടങ്ങളുണ്ട്. അതിൽ താഴെ പറയുന്നത് ഒരാളെ കുറിച്ച് നമ്മളുടെ മുൻധാരണ ഉണ്ടാവും. ഉദാഹരണത്തിന് ജോലിയിലൊരു ജീവനക്കാരന് മിടുക്കനാണെന്ന് അവിടുത്തെ ബോസ് വിശ്വസിച്ചാല് ഒന്ന് കരുതുക, അപ്പൊ ആളെ ട്രസ്റ്റ് ചെയ്യുക. ബോസിന് ഇവിടുത്തെ ജീവനക്കാരിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാവുമ്പോ ആ വ്യക്തിയുടെ പ്രവൃത്തി ഈ ബോസിന് ആളുടെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ മാറ്റം ഉണ്ടാവും. അപ്പൊ ആളുടെ പെർഫോമൻസിനെ തന്നെ അത് വലിയ രീതിയിൽ സഹായിക്കും എന്നുള്ളതാണ്. അവർക്ക് കൂടുതൽ അവസരം നൽകും, നല്ല വാക്കുകൾ പറയും, അതുപോലെ തന്നെ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ പെർഫോമൻസ് തന്നെ ഹൈ ലെവലിലാവും എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ ഏറ്റവും ഒരു ഉദാഹരണം പറയുമ്പോ നമ്മളെ മോർണിംഗ് സർക്കിള് ഫൈസൽ സാറ് ഇപ്പോ നമ്മുടെ സജന മാം കോർഡിനേറ്റർ ആയിട്ട് സജന മാമിൽ ഒരു വിശ്വസിക്കുകയാണ്, സജന മാമിനെ പറ്റും എന്നിട്ട് മോർണിംഗ് സർക്കിള് ഏൽപ്പിക്കുമ്പോ അവിടെ സജന മാം മനസ്സിലാക്കുന്ന ഫൈസൽ സാറിന് എന്നോടൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്, എന്നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് പെർഫോം ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി അവിടെ വരികയാണ്. അപ്പോ അത് അവിടെ പെർഫോമൻസിനെ വലിയ രീതിയിൽ സഹായിക്കുന്ന ഒരു ഘടകമാണ്. അവരുടെ ഇത് മാറുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മളുടെ ബിലീഫ് അവർ ബിലീഫ്
നമ്മളുടെ ആറ്റിറ്റ്യൂഡ് മാറുകയും അത് അവർ ആക്ഷൻസ് നമ്മളുടെ പെർഫോമൻസിലൂടെ നമ്മളുടെ ആറ്റിറ്റ്യൂഡില് അവർക്ക് അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ലഭിക്കുകയും അവരുടെ പെർഫോമൻസ് ബെറ്റർ ആവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ അത് അതേഴ്സ് ബിലീഫ് അവർക്ക് അവരെ കുറിച്ചുള്ള ഇപ്പൊ ഒരു ടീച്ചർ ഇപ്പോ കുട്ടികളെ കുറിച്ചൊരു ബിലീഫ് ഉണ്ടാവണം, നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുമ്പോൾ അത് ടീച്ചേഴ്സിലൂടെ അതേഴ്സ് ബിലീഫ് ആകുമ്പോൾ സ്റ്റുഡൻസിന് അവരെ കുറിച്ചൊരു നല്ലൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുകയും അവരുടെ ആക്ഷൻസിൽ അത് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് ഈ സർക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ ആക്ഷൻസിലും അവരുടെ എല്ലാ രീതിയിലും അത് വലിയൊരു ഡിഫറൻസ് ഉണ്ടാക്കുന്നതാണ് ഈ സംഭവത്തിൽ പറയുന്നത്. ഈ ഡയഗ്രാം ഹലോ വൺ സെക്കൻഡ്. അവർ ബിലീഫ്സ് അവർ ആക്ഷൻസ്, പിന്നെ അതെ അതേഴ്സ് ബിലീഫ്സ് അതേഴ്സ്, ആ അതായത് അതെ അവർ നമ്മൾ ബിലീഫ്സ് നമ്മളിപ്പോ അവർ ബിലീഫ് ഹലോ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെ കുറിച്ച് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. അതായത് അവർ ബിലീഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെ കുറിച്ച്, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഫൈസൽ സാറ് എന്നെ കുറിച്ചൊരു അതെ വിശ്വാസം പറയണം. അപ്പൊ സാറ് അവർ ആക്ഷൻസ്, അപ്പൊ അതെ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. അത് അപ്പൊ അല്ല അവർ ബിലീഫ്. ഇപ്പൊ അവർ നമ്മളുടെ ഒരു വിശ്വാസം ഇപ്പോ ഫൈവ് സ്റ്റാറിന്റെ ഇത് പറയുകയാണെങ്കിൽ ഫൈവ് സ്റ്റാറിന് ഇപ്പോ സജന മാമിൽ ഒരു വിശ്വാസം വരികയാണ്. അപ്പോ ആക്ഷൻസ് സാറിന്റെ ആക്ഷൻ സാർ ഇപ്പോ ഇത് മോർണിംഗ് സർക്കിള് ഏൽപ്പിച്ചു തന്നു. അപ്പോ ഇവിടെ അതേഴ്സ് ബിലീഫ് എന്നുള്ള സജന മാമിന് തന്നെ ഒരു പ്രതീക്ഷയാണ്, സാറിന് എന്നെ വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ എന്നെ ഏൽപ്പിച്ചതെന്നുള്ളത്. അങ്ങനെ വരുമ്പോ അതേഴ്സ് ആക്ഷൻ സജന മാമിന്റെ ആക്ഷൻസിൽ അത് വരികയാണ്. ആ മനസ്സിലായോ? മനസ്സിലായി, കറക്റ്റ് ആണ് കേട്ടോ, പറഞ്ഞ കാര്യം കൃത്യമാണ്. ആ എനിക്ക് ആദ്യം ഒരു അപ്പോ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. സാറിന് ആ എന്നൊരു വിശ്വാസം തോന്നിയപ്പോഴാണ് എനിക്ക് ആ ഒരു ഇത് വന്നത്. അതെ അതെ നമ്മളുടെ അപ്പൊ അങ്ങനെ നമ്മുടെ പെർഫോമൻസ് അവിടെ ബെറ്റർ ആവുന്നതാണ്. അപ്പൊ നമ്മളെ സ്കൂൾ ലൈഫിൽ എടുത്ത് നോക്കി കഴിഞ്ഞാല് നമുക്ക് എല്ലാവർക്കും ഒരു ഇത് പറയാനുണ്ടാവും. നമ്മൾ ചില സബ്ജക്റ്റിൽ ഇപ്പൊ മാത്സിൽ ഇപ്പൊ പണ്ട് സ്കൂളില് ഞങ്ങളുടെ മാത്സിൽ തീരെ ഇഷ്ടം ഇല്ലാത്തൊരു ടൈം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു ജിജി മാം അവിടെ മാത്സ് ടീച്ചറായി വരുന്നു. ടീച്ചർ വന്നിട്ട് ഇങ്ങനെ പറയാം, നിനക്ക് മാത്സിൽ നല്ല പെർഫോം ചെയ്യാൻ പറ്റുമല്ലോ, നീ നല്ല കുട്ടിയല്ലോ, മാത്സ് നിനക്ക് നല്ല കഴിവുള്ളതാണല്ലോ, അങ്ങനെ പറഞ്ഞ് നമുക്കൊരു മോട്ടിവേഷൻ തരാണ്. ആ വർഷമാണ് എനിക്ക് തോന്നുന്നത് എന്റെ അറിവിൽ മാത്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയിട്ടുള്ള ഒരു ടൈം. അപ്പോ നമ്മൾക്ക് നമ്മളെ കുറിച്ചൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് വരുമ്പോ അത് നമ്മളുടെ പെർഫോമൻസ് നമ്മളുടെ റിസൾട്ട് നമ്മളുടെ ഔട്ട്കം അടിപൊളി നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യുന്നതാണ് അതിന്റെ ഒരു കാര്യം. അതുപോലെ തന്നെ ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു സയന്റിസ്റ്റ് നടത്തിയൊരു പഠനമുണ്ട്. കുട്ടികളിൽ നടത്തിയൊരു പരീക്ഷണം. കുറച്ച് സ്റ്റുഡൻസിനെ രണ്ട് ടീമായിട്ട് മാറ്റി. അതിലൊരു ടീമിന് കുറച്ച് എലികളെ കൊടുത്ത് രണ്ട് ടീം എലിനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആദ്യത്തെ ടീമിനോട് ഈ സയന്റിസ്റ്റ് പറയാണ്, അവരോട് രഹസ്യം പറയാണ്, ഈ എലികൾ നല്ല ഹൈ പെർഫോമൻസ് ഉള്ള എലികളാണ്, ഇവർക്ക് നിങ്ങൾ ട്രെയിൻ ചെയ്ത് കൊടുത്താൽ നല്ല റിസൾട്ട് ഉണ്ടാക്കുകയും അവരുടെ പെർഫോമൻസ് അടിപൊളിയായും ചെയ്യുമെന്ന് പറയും. മറ്റൊരു ടീമിനോട് പറയാണ്, ഇവര് നിങ്ങള് ബാഡ് ലക്കാണ്, നിങ്ങൾക്ക് കിട്ടിയത് മോശമായിട്ടുള്ള എലികളാണ്, ഇവർക്ക് എത്ര ട്രെയിൻ ചെയ്തിട്ടും കാര്യമില്ല, റിസൾട്ട് ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം അവരോട് പറയാം. അപ്പോ അങ്ങനെ ഇവര് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇതിന്റെ റിസൾട്ട് വന്നപ്പോ ഇതിൽ തുടക്കത്തിൽ പറഞ്ഞ ഹൈ പെർഫോമൻസ് ചെയ്യും എന്ന് പറഞ്ഞ എലികള് അവര് ട്രെയിനിങ് കൊടുത്ത് കൃത്യമായി അതുപോലെ തന്നെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തു. എന്നാൽ രണ്ടാമത് കൊടുത്ത ടീം അവരുടെ പെർഫോമൻസ് മോശമാവുകയും ചെയ്തു. ചില എലികളൊന്നും കൃത്യമായി മൂവ്മെന്റ് പോലും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോഴാണ് ആ സയന്റിസ്റ്റ് പറഞ്ഞത്, അതിന്റെ രഹസ്യം വെളിപ്പെടുത്തിയത്. സത്യത്തില് ഇതില് രണ്ടും സെയിം ആയിരുന്നു, പക്ഷെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് അവിടെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വന്നത്. കാരണം നിങ്ങൾ
ഇതിനോട് സ്വീകരിച്ച മനോഭാവം. നിങ്ങൾ ഹൈ പെർഫോമൻസ് ചെയ്യും എന്ന് പറഞ്ഞപ്പോ അവർക്ക് അതിനോടൊരു വിശ്വാസം വന്നു. അപ്പൊ അവര് ക്ഷമാപൂർവം അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് കഴിയും എന്നുള്ളത് രീതിയിൽ ചെയ്തുകൊണ്ട് അവരുടെ പെർഫോമൻസ് ബെറ്റർ ആയി. മറ്റേ ടീമിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് അതിന് കഴിയില്ല, അതിന് അവര് പെർഫോമൻസ് അവര് പോരാ എന്ന് പറഞ്ഞപ്പോ അവരത് വിശ്വസിക്കുകയും അവരത് പെരുമാറ്റം അവരോടുള്ള മനോഭാവം അതേ രീതിയിൽ തന്നെ തുടരുകയും ചെയ്തുകൊണ്ട് അവര് കാര്യമായിട്ട് അതിന് എഫർട്ട് എടുത്തില്ല. അപ്പൊ അവരുടെ പെർഫോമൻസ് മോശമായി എന്നുള്ളതാണ്. ഇതാണ് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മള് ഒരു കുട്ടിയെ ഇപ്പൊ നമ്മള് വീട്ടില് നമ്മള് പേരൻസ് ചെയ്യേണ്ട ഒരു പ്രധാന മിസ്റ്റേക്കാണ്. നമ്മള് ആരെങ്കിലും വന്നാല് ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാല് അവരുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ പറയും എന്റെ കുട്ടി പഠിക്കാൻ തീരെ പോരാ, അവൻ പഠിക്കില്ല, ഒന്നിനും കൊള്ളില്ല എന്ന് പറയുമ്പോൾ ഈ കുട്ടി അത് കേട്ട് വിശ്വസിക്കുകയും അവരുടെ പെർഫോമൻസ് തന്നെ അവിടെ ഏറ്റവും മോശമാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അതിനെ ഗോളം എഫക്റ്റ് എന്ന് പറയും. അത് അവരുടെ പെർഫോമൻസിനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അത്. ആ പെർഫോമൻസ് മോശമാക്കുന്ന രീതിയിൽ അവർ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോ ഒരാള് അർപ്പിക്കുന്ന വിശ്വാസം അവരെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഒരു കുട്ടിയോട് അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് നിന്നെ കൊണ്ട് സാധിക്കും എന്ന ഉറച്ച വിശ്വാസം മറ്റുള്ളവർക്ക് നൽകുമ്പോൾ അവരുടെ കഴിവുകൾ തിരിച്ചറിയാനും അവർക്ക് അത്ഭുതകരമായ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ഒരു ഊർജം ലഭിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളുടെ മനോഭാവം തന്നെ നമ്മളെ വിധിയെ തിരുത്തും എന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ മനസ്സിലാക്കണം. നമ്മുടെ കഴിവിനേക്കാൾ ഉപരി നമ്മൾ കാര്യങ്ങളെ സമീപിക്കുന്ന രീതിയാണ് നമ്മുടെ വിജയത്തെ നിർണ്ണയിക്കുന്നത്. ഞങ്ങൾക്ക് ലഭിച്ചത് മികച്ചതാണ്, നല്ലതാണ് എന്ന് ചിന്തിക്കുന്ന പോസിറ്റീവ് മനോഭാവം, ഇവിടെ പറഞ്ഞ പോലെ ഒന്നാമത്തെ ഗ്രൂപ്പിനെ വിജയത്തിൽ എത്തിച്ച പോലെ നമ്മുടെ ശുഭാപ്തി വിശ്വാസങ്ങള് നമ്മളുടെ കാര്യങ്ങള് ഫലങ്ങള് നമ്മളുടെ റിസൾട്ടിനെ മാറ്റിമറിക്കും എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നെഗറ്റീവായിട്ടുള്ള കഴിവില്ലാത്തവനാണ് എന്ന് ഒരാളെ നമ്മൾ ബ്രാൻഡ് ചെയ്യുന്നുണ്ട്. ഈ ചെറുപ്പത്തില് പ്രത്യേകിച്ച് ഇങ്ങനെ പേരൻസ് ചെയ്യുന്ന തെറ്റുകൾ അതാണ് കുട്ടികളെ കഴിവില്ലാത്തവരായിട്ട് മാറ്റിയെടുക്കുന്നത്. ഇത്രയൊക്കെയാണ് നമ്മുടെ പിഗ്മാലിയൻ എഫക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പൊ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകൾക്ക് ആയിട്ട് കടന്നു വന്നാൽ നന്നായിരിക്കും. നമ്മുടെ നിസാവ് സാർ. നല്ല സെഷൻ കേട്ടോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സൂസൻ മാം. അയ്യോ, എന്താ നിസാബ് സാർ പറയട്ടെന്നാ? അല്ല, സൂസൻ മാം പറ. ഓക്കെ. യെസ്, ശരിക്കും അതിനൊരു ഇഫക്റ്റ് ഉണ്ട്. അപ്പൊ നമ്മളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. ഐ എം ഷുവർ ഓൾമോസ്റ്റ് എല്ലാവർക്കും കാണും. ഒന്ന് രണ്ട് കാര്യം പറയാനുള്ളത്. എൻ്റെ ചോദിച്ചില്ല പഠിക്കുന്ന കാര്യത്തിന്റെ ഇഫക്റ്റ് ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ മകൾക്ക് ഇതുപോലെ ചെറുപ്പമായിരുന്നപ്പം കണക്കിനോട് വലിയ ഇഷ്ടമില്ലായിരുന്നു. കണക്ക് അവൾക്ക് ആ ടീച്ചർ ശരിക്കും അങ്ങോട്ട് ശരിയാകുന്നില്ല. അപ്പൊ അത് കണക്ക് ഇഷ്ടമില്ലാതിരുന്ന സബ്ജക്റ്റ് ഒരു ട്യൂഷൻ വെച്ചു. ട്യൂഷൻ ടീച്ചർ നല്ല രീതിയിൽ പഠിപ്പിക്കുകയും ചെയ്തു. ആ ടീച്ചറിനെ അവൾക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അവസാനം അവളുടെ ഏറ്റവും ഫേവറേറ്റ് സബ്ജക്റ്റ് ആയിരുന്നു മാത്സ്. അപ്പൊ അത് അങ്ങനെ ഒരു ചേഞ്ച് അവിടെ ഉണ്ടായി. ഓൾ ബിക്കോസ് ഓഫ് ദ സപ്പോർട്ട് ദാറ്റ് ദ ടീച്ചർ ഗേവ് ആൻഡ് ദ ട്രസ്റ്റ് and the encouragement that the teacher gave. അപ്പൊ അതൊരു വലിയ ഇഫക്റ്റ് ആയിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് കൂടാതെ വേറെ ഒരു കാര്യമുള്ളത്, നമ്മൾ കുട്ടികളുടെ കാര്യം പറഞ്ഞില്ലേ, അവര് നമ്മളെ എങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യുന്നു, എൻകറേജ് ചെയ്യുന്നു, എന്ത് ട്രസ്റ്റ് അവർക്ക് കൊടുക്കുന്നു എന്നുള്ളത് നല്ലൊരു ഇഫക്റ്റ് ഉണ്ട്. കാരണം ഞാൻ പേരൻസിനോട് പറയുമായിരുന്നു, കുഞ്ഞുങ്ങൾക്ക് അവരോട് പൊതുവെ നിങ്ങൾ പറയില്ലേ, ഭയങ്കര നാണമാണ്. ഇപ്പൊ ആരും ഗസ്റ്റ് ഒക്കെ വീട്ടിൽ വന്നാലും അല്ലെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കുട്ടികളെ അമ്മമാരുടെ പുറകിൽ ഒളിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ പാത്ത് മാറി നിൽക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഇമ്മീഡിയറ്റ്ലി അവരോട് എന്താ പറയുന്നേ, ഭയങ്കര നാണം, ഇവന് ഭയങ്കര നാണം, ഇവൾക്ക് ഭയങ്കര നാണം എന്നുള്ളത് പറയും.
അപ്പൊ ഇത് കേട്ട് 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 എത്ര പ്രാവശ്യമാണ് ഈ കുഞ്ഞിത് കേൾക്കുന്നത്? ഓരോ ഗസ്റ്റ് വരുമ്പോഴും അല്ലെ ആരെങ്കിലും കാണുമ്പോഴും അല്ലെ അങ്ങനെയുള്ള സാഹചര്യം എത്തിയ ഉടനെ ഈ കുഞ്ഞുങ്ങളോട് പറയുന്നത്, കുഞ്ഞുങ്ങൾ കേൾക്കുന്നത്, മറ്റുള്ളവരോട് പറയുന്നത് ഇവർ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ആൻഡ് ഇറ്റ് ജസ്റ്റ് ഗെറ്റ്സ് ഇംപ്രിന്റഡ് ഇൻ ദെയർ ഹെഡ്. അപ്പൊ എന്നിട്ട് അവര് എനിക്ക് ഷൈ ആണെന്നുള്ള ഒരു ചിന്തയിലേക്കാണ് അവർ പോകുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ അവര് അധികം സംസാരിക്കില്ല എന്നൊക്കെ പറയാറുണ്ട്, നെഗറ്റീവായിട്ടുള്ളത്. എന്നാ അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ പേരൻസിനോട് പറയുമായിരുന്നു, അങ്ങനെ ആരെങ്കിലും ഇങ്ങനെ ഗസ്റ്റുകൾ തന്നെ വന്നേച്ച് പറയും, ഓ ഇവന് ഭയങ്കര നാണമല്ലേ. അപ്പൊ നമ്മൾ അതിന് നേരെ പോസിറ്റീവായിട്ട് പറയണം അവരോട്. ഇല്ല അങ്ങനെ നാണമൊന്നുമില്ല, അങ്ങനെ ആള് മിടുക്കനായി, ഇപ്പം പരിചയം ഇല്ലാത്തത് കൊണ്ടാണ്, പരിചയമായി കഴിയുമ്പോൾ ശരിയായിക്കോളും. അപ്പൊ അങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ട് പറഞ്ഞ് അത് മാറ്റിയെടുക്കണം. അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ആ കുഞ്ഞുങ്ങൾക്ക് മനസ്സിൽ ആ ഒരു ഫീലിംഗ് ഉണ്ടാവും. മനസ്സിലെ ഫീലിംഗ് അല്ല, മാത്രമല്ല ഇറ്റ് ഗെറ്റ്സ് ഇംപ്രിന്റഡ് ഇൻ ദെയർ ഹെഡ്. അടിച്ചങ്ങനെ ഏൽപ്പിക്കുന്നെന്ന് പറയുന്ന പോലെ ആ ഒരു രീതിയിലേക്ക് അവർ മാറും. അപ്പം പേരൻസ് ഒത്തിരി സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. കുഞ്ഞുങ്ങളോട് എന്ത് പറഞ്ഞ് എങ്ങനെ അവരെ എൻകറേജ് ചെയ്തു പോകുന്നതനുസരിച്ച് ഡെഫിനറ്റ്ലി ഈ ഒരു പിഗ്മാലിയൻ ഇഫക്റ്റ് അവർക്ക് ഡെഫിനറ്റ്ലി ഉണ്ടാകും. അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും. താങ്ക് യു സോ മച്ച്. നല്ലൊരു മെസ്സേജ് ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും ഒരു താങ്ക് യു സൂസൻ മാം. എന്തായാലും യെസ്, ഒരുപാട് സന്തോഷം. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് നിസാർ സർ. പിന്നെ നമ്മുടെ സൂസൻ മാം പറഞ്ഞതുപോലെ നമ്മുടെ കുട്ടികൾക്ക് മുമ്പിൽ മറ്റാ വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികൾ പിന്നെ പതിയെ പതിയെ സൈലന്റ് മ്യൂട്ടിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെന്റൽ ഇൽനെസ് സാധാരണ. പിന്നെ ആ കുട്ടി തന്നെ വിചാരിക്കുകയാണ് എനിക്കിനി എവിടെയും സംസാരിക്കാൻ അധികാരമൊന്നുമില്ല. അങ്ങനെ പിന്നെ ആ കുട്ടിക്ക് ആങ്സസ് ആയിട്ട് പല പ്രശ്നങ്ങൾ പിന്നീട് അത് ബാധിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു പിഗ്മാലിയൻ എഫക്റ്റ് എന്ന് പറയുമ്പോൾ സാധാരണ നമുക്ക് ഒരു എൻകറേജ്മെന്റ്, ഒരു പേഷ്യൻസ്, അതേപോലെ സപ്പോർട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ ഒരു എക്സ്പെരിമെന്റിൽ കൂടെ നമ്മൾ സാധാരണ മനസ്സിലാക്കാറുള്ളത്. പക്ഷെ അത് നല്ലൊരു സെഷൻ ആയിരുന്നു. പിന്നെ അതേപോലെ ഞാൻ ഈ MSc സൈക്കോളജി പഠിക്കുന്ന സമയത്ത് നമുക്കൊരു എക്സ്പെരിമെന്റ് തന്നിരുന്നു. ഈ ഒരു പിഗ്മാലിയൻ തന്നെ നമുക്ക് എങ്ങനെയാണ് ഒരു കൗൺസിലിംഗ് സെഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഒരു കൗൺസിലറിന്റെ എക്സ്പെക്ടേഷൻ എന്താ ഉണ്ടാവുക അവിടെ? ഒരു ക്ലയന്റ് നമ്മളെ മുമ്പിൽ വരുന്നു, അയാൾ എന്റെ കാര്യങ്ങളൊക്കെ പറയാൻ വില്ലിങ് ആവുന്നു എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു വില്ലിങ് ആവാത്ത ഒരു ക്ലയന്റ് ആണ് നമ്മുടെ മുമ്പിലുള്ളതെങ്കിൽ ആ ക്ലയന്റിനെ ചേഞ്ച് ചെയ്യാൻ നമ്മൾ അവിടെ നമുക്കൊരു കേപ്പബിൾ ആ കൗൺസിലർ ഉണ്ടാക്കിയെടുക്കണം. കാരണം അവരെ ആ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് അയാൾ പറയുന്ന സിംറ്റംസുകളൊക്കെ നമ്മൾ നോക്കിയിട്ട് അത് പേഷ്യന്റോടെ എമ്പതറ്റിക്കലിയോടെ പോപ്പുലർ ലാംഗ്വേജിലൂടെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ലളിതമായിട്ട് രീതിയിൽ നമ്മൾ അവരെ കേൾക്കാനും പറയാനും അവരോട് പറയുന്ന സമയത്ത് ആ ഒരു ക്ലയന്റിന്റെ എക്സ്പീരിയൻസ് പതിയെ പതിയെ എന്നിൽ എനിക്കൊരു പ്രതീക്ഷ ഉണ്ട്, ഈ ഒരു തെറാപ്പിസ്റ്റ് എന്നെ വിശ്വസിച്ചിട്ടുണ്ട്, അപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ വന്ന് പറയാം, എനിക്കിപ്പോ ഗിൽറ്റി ഫീലിങ്സ് ഇല്ല, ഷെയിം ഇല്ല, അതേപോലെ ആങ്സൈറ്റി കുറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാ വെച്ചാൽ എനിക്ക് ഈ ഒരു തെറാപ്പിസ്റ്റിന്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ, അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് എനിക്ക് എന്റെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടിയിട്ടുണ്ട് എന്നുള്ളത്. ഇതിന്റെ ഔട്ട്കം എങ്ങനെ ഉണ്ടാവുക? ആ ഒരു സെഷൻ കഴിഞ്ഞാൽ അടുത്ത സെഷൻ വരുമ്പോൾ ബെറ്റർ എൻഗേജ്മെന്റ് ആയിരിക്കും ഉണ്ടാവുക. അയാൾ കൊടുക്കുന്ന ആക്ടിവിറ്റീസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യും. അതേപോലെ ആ ഒരു തെറാപ്പിക്ക് നല്ലൊരു പ്രോഗ്രസ് അവിടെ ഉണ്ടാവും. ഇതിലൂടെ ഒരു പോസിറ്റീവ് പിഗ്മാലിയൻ എഫക്റ്റ് ഒരു കൗൺസിലിംഗ് സെഷനിൽ നമുക്ക് സാധാരണ ഉണ്ട്. അപ്പോൾ ഒരു ആങ്സൈറ്റി ഉള്ള ആളെ മാനേജ് ചെയ്യാൻ നമ്മൾ എങ്ങനെയാ പഠിക്കുക? അവർക്ക് ഉള്ളിൽ തന്നെ റിസോഴ്സിനെ നമ്മൾ കണ്ടെത്തിയിട്ട് അതിലൂടെ പതിയെ പതിയെ ഒരു എക്സ്പോഷർ ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ആ സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഈ ഒരു തെറാപ്പിസ്റ്റ് അവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ ആങ്സൈറ്റി കുറയും, എക്സ്പോഷർ, അതായത് ഫിയർഫുൾ സിറ്റുവേഷൻ നിങ്ങൾ പോവുക, അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ കയറാണെങ്കിൽ നിങ്ങൾ സ്റ്റേജിൽ കയറി സംസാരിക്കുക, ആളുകളോട് മുമ്പ് ഈ ഒരു ഇതിലേക്ക് പോവുക എന്നുള്ളത്. അപ്പോൾ തുടക്കത്തിൽ വരുന്ന സമയത്ത് ഹൈ ക്രോണിക് ആയിട്ട് നമ്മളെ മുമ്പിൽ വരുന്ന ആളെ പതിയെ പതിയെ സിമ്പിൾ ആക്കി നമ്മൾ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ആദ്യം തുടങ്ങുന്നത് ലെസ് എൻകറേജ്മെന്റ്, പോകുന്ന സമയത്ത് ആള് ഹൈ എൻകറേജ്മെന്റോട് കൂടെ നമ്മളെ മുമ്പ് പോകും. അവിടെ അയാൾക്കൊരു ഹോപ്പ്ലെസ് ഇല്ല, ഡിപ്പെൻഡൻസി കൂടും, അങ്ങനെ പല പ്രയാസങ്ങളും നല്ല രീതിയിൽ ഒരു തെറാപ്യൂട്ടിക് അലയൻസ് നമുക്ക് ഈ ഒരു പിഗ്മാലിയൻ എഫക്റ്റിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്തു എന്നേ ഉള്ളൂ ഈ ഒരു ടോപ്പിക്. ഏതായാലും അടിപൊളി സെഷൻ ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഈ ഒരു പിഗ്മാലിയൻ എഫക്റ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഞാൻ ആ പഠിച്ച സമയത്തുള്ള ആ ഒരു എക്സ്പീരിയൻസ് നമുക്കൊരു തന്നുള്ള ഒരു ആക്ടിവിറ്റീസ് ആണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. അപ്പൊ ഈ ഒരു ടേം തന്നെയാണ് നമ്മൾ എല്ലാ കൗൺസിലിംഗ് സെഷനിലും നമ്മൾ ഉപയോഗിക്കാറുള്ളത്, ക്ലയന്റിനോട് സംസാരിക്കുന്ന ആ രീതിയും കാര്യങ്ങളൊക്കെ. എനിവേ, കൺഗ്രാറ്റുലേഷൻ, താങ്ക് യു. താങ്ക് യു നിസാർ സാർ. എന്തായാലും ഒരുപാട് സാറിന്റെ കൂട്ടിച്ചേർക്കലേക്ക് ഒരുപാട് താങ്ക്സ്. ഇതിന്റെ സൈക്കോളജി റിലേറ്റഡ് ആയിട്ട് പറഞ്ഞ ഒന്നുകൂടിയും കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. താങ്ക് യു സാർ.
ഇനി ഗുഡ് മോർണിംഗ് ഫവാസ് സർ. ഗുഡ് മോർണിംഗ് അൻസർ സർ. വളരെ നല്ല സെഷൻ ആയിരുന്നു. ഇത് പിഗ്മാലിയൻ എഫക്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കേട്ട ഒരു വാക്കായിരുന്നു ട്ടാ. പക്ഷെ ഇത് എന്നിലൊക്കെ നടന്നിട്ടുള്ള സംഭവം ഇപ്പോഴാണ് മനസ്സിലായത്. ഈ 9ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്ട് ആർക്കും ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് ആണല്ലോ. ഉച്ചയ്ക്ക് ശേഷം ടീച്ചർ ഒന്ന് ഹിസ്റ്ററി എടുത്ത് തുടങ്ങുമ്പോൾ നമുക്ക് നമ്മൾ പ്രത്യേകിച്ച് ബാക്ക് ബെഞ്ച് ആകുമ്പോൾ നമ്മൾ മൈൻഡേ ചെയ്യൂല. നമ്മൾ ഫുള്ള് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള പീരീഡാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പൊ ടീച്ചർക്കും അറിയാം. അപ്പൊ ടീച്ചർ അത് പൊതുവെ നമ്മളെങ്ങനെ വിട്ടുകളയും ബാക്ക് ബെഞ്ചേഴ്സിനൊക്കെ. അപ്പൊ ഒന്ന് രണ്ട് ഇതുപോലെ ഏതോ 2 ചോദ്യങ്ങൾ ചോദിച്ച സമയത്ത്, ഒരു വർഷം ചോദിച്ച സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ടീച്ചർ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞു, നിങ്ങക്ക് നല്ല വർഷങ്ങളൊക്കെ ഓർത്തിരിക്കാനുള്ള ഭയങ്കര പവർ ആൻസറിനുണ്ട്, അങ്ങനെയാണ്, സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് അവിടെ നിന്ന് ഭയങ്കരമായിട്ട് എല്ലാ വർഷങ്ങളും ചോദിക്കുന്ന ചോദ്യത്തിന് വർഷങ്ങൾ കൃത്യമായിട്ട് പറയണം എന്നുള്ള വിചാരിച്ചിട്ട് ടീച്ചർ എടുക്കാൻ പോകുന്ന സെഷന്റെ വരെ നമ്മൾ ഹിസ്റ്ററി ഭയങ്കരമായിട്ട് പഠിച്ചു വെച്ചായിരുന്നു. ഹിസ്റ്ററിക്ക് അതുവരെയായിട്ട് നല്ല മാർക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തത് +2-ന്. അപ്പൊ അത് ആ എഫക്ട് എന്നിന് വർക്ക് ചെയ്തെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും സാർ വളരെ നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു താങ്ക് യു സാർ. താങ്ക് യു അൻസർ സാർ. എന്തായാലും നല്ലൊരു എക്സാമ്പിൾ ആണ് പറഞ്ഞത് നമ്മളെ ലൈഫിൽ നിന്ന്. ഇതുപോലെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും എന്നാണ് വിശ്വാസം. കാരണം ഇത് നമ്മൾക്ക് ഇങ്ങനെ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഇത് കിട്ടുമ്പോൾ നമ്മളുടെ പെർഫോമൻസിനെ അത് വലിയ രീതിയിൽ ബാധിക്കും. എനിവേ താങ്ക് യു അൻസർ സാർ, നല്ലൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന്. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ ഫവാസ് സാറ്. നല്ല ടോപ്പിക് ആയിരുന്നു. ശരിക്കും മിക്ക പാരന്റ്സും താങ്ക് യു. എപ്പോഴും ഒരു ഇതിന്റെ ഒരു ഇതാണ്, എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞാലേ അവർക്ക് സമാധാനമാവുള്ളൂ മറ്റുള്ളവരെ കാണുമ്പോൾ. മിക്കവാറും പലരും പറയണ അങ്ങനെ കേട്ടിട്ടുണ്ട്. ശരിക്കും അത് ഭയങ്കര ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ കുട്ടിയിൽ അത് എത്രയധികം ഇതുണ്ടാക്കുന്നുള്ളത് അവര് അറിയണില്ല. ഇപ്പൊ ഞാനൊക്കെ തന്നെയായാലും സ്കൂളിലായാലും ഈ ഒരു ഇത് തന്നെയാണ് കേട്ടാ. പരമാവധി കുട്ടികളെ അങ്ങോട്ട് പൊക്കി വെക്കും, അവരെ പ്രോത്സാഹിപ്പിച്ചിട്ട്. നമ്മള് അവരെന്തെങ്കിലും ചെറിയൊരു നല്ലൊരു കാര്യം ചെയ്താല്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആൻസർ, ഒട്ടും കുറച്ച് മോശമായിട്ടുള്ള കുട്ടി തന്നെ എപ്പോഴെങ്കിലും നല്ലൊരു ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതുമ്മ പിടിച്ചു നിൽക്കും. ആ കുട്ടീനെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ട്. അപ്പൊ അങ്ങനെ എനിക്കും പലതും തോന്നിയിട്ടാ, കുട്ടികളെ പെർഫോമൻസിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ ഇത് നല്ലൊരു ടോപ്പിക് തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ മോർണിംഗ് സർക്കിൾ ഒരു എക്സാമ്പിൾ ആണ്. നമ്മൾ ട്രെയിനേഴ്സ് ക്ലാസ് എടുക്കാൻ വരുമ്പോ മറ്റുള്ളവരെന്തായാലും നമുക്ക് നല്ലൊരു ഫീഡ്ബാക്ക് ആണ് തരുന്നത്. അപ്പൊ അത് നമുക്ക് കൂടുതൽ പെർഫോം ചെയ്യാനായിട്ടും അത് നമ്മളെ സഹായിക്കുന്നുണ്ടല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു ഇഫക്റ്റ് എല്ലാവർക്കും ഉണ്ടാവും തന്നെയാണ്. നല്ല ടോപ്പിക് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സജന മാം. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു. താങ്ക്സ്. ഇനി താങ്ക് യു സൗമ്യ മാം. ഗുഡ് ഈവനിങ് ഫവാസ് സർ. സാറ് മോർണിംഗ് സർക്കിളിന്റെ പോസ്റ്റർ തന്നെ ബാക്ക്ഗ്രൗണ്ട് ആക്കിയല്ലേ? അതെ അതെ. എന്തായാലും എങ്ങനെയുണ്ട്? വെറൈറ്റി അല്ലേ? വെറൈറ്റി ആണ്. അപ്പൊ Thank you, ഓൾറെഡി thank you. തലയിലൊരു തലച്ചോറുണ്ട്, പുറകിൽ ഒന്നും കൂടെ കാണുന്നുണ്ട്. ഒരു ധൈര്യത്തിന് വെച്ചതായിരിക്കും അല്ലേ? ഞാൻ +2-ന് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇംഗ്ലീഷിന്റെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ആ സാറ് എപ്പോഴും ഇങ്ങനെ പറയും, ഒന്നും ശരിയില്ല എന്ന്. അപ്പം ബാക്കി എല്ലാത്തിലും ഞാൻ നന്നായിട്ട് സ്കോർ ചെയ്തിരുന്നു. ഈ ഇംഗ്ലീഷ് എന്തൊക്കെ ചെയ്താലും ഒരു ലിമിറ്റിനപ്പുറം സ്കോർ ചെയ്യാൻ പറ്റില്ലേനു. അപ്പം അന്നൊക്കെ ഞാൻ അങ്ങനെ വിചാരിക്കും, സാറിന്റെ ശാപം കാരണമായിരിക്കുന്നു. എത്ര നന്നായിട്ട് എഴുതിയാലും സാറ് പറയും നിന്നെ കൊണ്ട് അത് പറ്റില്ല. ഫൈനൽ എക്സാമിനും ഇംഗ്ലീഷായിരുന്നു ഏറ്റവും സ്കോർ കുറവുള്ളത്. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അത് ഈ പിഗ്മാലിയൻ എഫക്റ്റ് ആയിരിക്കും. എന്തായാലും നല്ല ടോപ്പിക്കായിരുന്നു അല്ലേ? എപ്പോഴും എല്ലാവരെയും എന്താ പറയുക, അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കുക. അതാകുമ്പോൾ അവരുടെ പെർഫോമൻസും ഇമ്പ്രൂവ് ആവും അല്ലേ? താങ്ക് യു സർ, നല്ല സെഷനായിരുന്നു. അപ്പം ഇനി വീണ്ടും നല്ല നല്ല സെഷനുകളുമായിട്ട് വരിക. താങ്ക് യു. താങ്ക് യു റോസ്. താങ്ക് യു. സാർ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്,
നമ്മള് നിങ്ങള് ആ ദുബായില് റണ്ണറാണെന്ന് കേട്ടിട്ടുണ്ട്. അത് ഈ പിഗ്മാലിയൻ എഫക്റ്റിന്റെ ഭാഗമായിട്ടാണ്. ആ അത് അങ്ങനെ പറയാം. നമ്മള് പറഞ്ഞ പോലെ ഇവിടെ ഇവിടെ ഇപ്പൊ ചില സാഹചര്യത്തില് ചെറിയ ചെറിയ ഇതില് പങ്കെടുക്കാറുണ്ട് ഓട്ട മത്സരത്തില്. അപ്പോ അന്ന് ടീച്ചർ സപ്പോർട്ട് ചെയ്തിട്ടാണ് തോന്നുന്നു ഇതേപോലെ നിനക്ക് ഇങ്ങനെ പറ്റും എന്നുള്ളൊരു ധൈര്യം തരുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ ഇവിടെ പങ്കെടുക്കാൻ തുടങ്ങിയത്. ഇവിടെ ദുബായിൽ പങ്കെടുത്ത ഒരു മാനേജറെ സപ്പോർട്ടാണ്. അത് വേറെ വിഷയം. അത് ഇവിടെ വന്നപ്പോ ഞങ്ങളെ മാനേജർ പറയുന്നുണ്ട്, നിനക്ക് പങ്കെടുക്കാൻ പറ്റുമല്ലോ, നിനക്ക് അങ്ങനെ ഒരു കഴിവുണ്ടല്ലോ എന്ന് എന്നോട് പറയുകയും അങ്ങനെയാണ് ഞാനത് ഇവിടുത്തെ ദുബായ് റൺ ഉണ്ട്, ഇവിടെ മാരത്തോൺ, ചെറിയ മാരത്തോൺ ഉണ്ട്, അതിലൊക്കെ പങ്കെടുത്തത്. അങ്ങനെ പങ്കെടുത്ത് ഇവിടെ ഇവിടുന്ന് മെഡൽ കിട്ടി ചെയ്തത്. ഹലോ, उधर मिलेगा शायद, ऐसा नहीं आएगा. ഹിന്ദിയൊക്കെ വരുന്നുണ്ടല്ലോ. അത് അതും ഒരു പവറാണ്. അതെ അതെ. പിഗ്മാലിയൻ എഫക്റ്റ് ആണ്. മലയാളത്തിൽ നിന്നും കൺവേർട്ട് ആയി ഹിന്ദിയിലേക്ക് വന്നത്. അങ്ങനെയും പറയാം അല്ലേ? ആ അതെ അതെ. റൂമില് സംസാരിച്ചിരുന്നാണ് ഫോണിൽ. അപ്പോ അതാണ് ഒരു ഫ്ലോ പോയി. എന്തേലും പറഞ്ഞു, ഒരു ബാച്ചലർ റൂമിൽ നിന്ന് ഇത് ചെയ്യുന്നതിന്റെ ചില പരിമിതികൾ. അപ്പോ ഫോൺ ചെയ്തതും അതൊക്കെ ആയിട്ട് അങ്ങനെ. സാർ സാർ അപ്പോ ഇനി കൂടുതലൊന്നും ആഡ് ചെയ്യാനില്ല എന്ന് വിചാരിക്കുന്നു. നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ? അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യല്. ഇനി ആർക്കും പറയാനൊന്നുമില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലേ. അപ്പൊ എന്തായാലും അതെ അതെ, എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. നല്ലൊരു, ഏതായാലും ക്ലാസ് ഇതുവരെ കൊണ്ടുവരാത്തൊരു എഫക്റ്റ് ആണ് ഏതായാലും പിഗ്മാലിയൻ. ചിലപ്പോ പല ആളുകളും ഈ ഒരു സെഷൻ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് തന്നെ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാലും കാരണം നമുക്കൊരു ഓർമ്മകളിലേക്ക് ഇങ്ങനെയൊക്കെ ടോപ്പിക്, ഒരു സ്പെസിഫിക് ആയിട്ട് ടോപ്പിക് വരുമ്പോൾ എന്തായാലും നല്ലൊരു നോളജ് തന്നെയാണ് കിട്ടുന്നത്. ഏതായാലും നല്ലൊരു സെഷൻ ആയിരുന്നു. ഒരിക്കൽ കൂടി പിന്നെ അപ്രീസിയേറ്റ് ചെയ്ത് പറയാണ്. കാരണം ഇതിനെ ഒരു വ്യത്യസ്തമായിട്ട് തലത്തിൽ നമ്മളൊന്ന് ഇരുത്തി ചിന്തിക്കുക. നമുക്ക് ലൈഫിൽ എവിടെ നിന്നാണ് ഒരു കോൺഫിഡന്റ് ലെവൽ കിട്ടിയിട്ടുള്ളത്, ആരാണ് നമ്മുടെ കൂടെ ഇപ്പൊ ഒരു സപ്പോർട്ടീവ് ആയിട്ട് എൻകറേജ്മെന്റ് ആയിട്ടുള്ളത് എന്നുള്ളത്. ഇപ്പൊ സജന മാമിന്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞില്ലേ, ഫൈസൽ സാറിന്റെ ഒരു വിശ്വാസം, ട്രസ്റ്റ് അവിടെ ഉള്ളത് കൊണ്ട് കുറച്ചുകൂടി വളരെയധികം ഇതിലേക്ക് വന്നു. അതേപോലെ നമ്മൾ ഈ ഒരു സെഷൻ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് സ്വയം ഒന്ന് വിലയിരുത്തി നോക്കുക, നമ്മുടെ കൂടെ ഇപ്പൊ ആരാ ഉള്ളത്, നല്ലത് ചീത്തത് എന്ന് തിരിച്ചറിയാനും കൂടി ഈ ഒരു പിഗമാലിയൻ എഫക്ട് നമ്മൾ ലൈഫിലേക്ക് ചൂസ് ചെയ്യുക, ഒന്ന് ഉപയോഗിച്ച് നോക്കുക. എവിടെയാണ് നമുക്ക് സമാധാനം ഉള്ളത്, ഇല്ലാത്തത് ആരാണ് എന്നുള്ളത്. എനിവേ, കൺഗ്രാറ്റുലേഷൻ, താങ്ക് യു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നല്ലൊരു സെഷൻ എടുത്ത് ഇതേപോലെ താങ്ക് യു അടിപൊളി നിസാർ സാർ. സബ്ജക്റ്റ് ആയിട്ട് ഇനിയും വരിക. സാറ് ഒരു തീർച്ചയായും. കാര്യം കൂടി ചോദിച്ചോട്ടെ സാർ, നമ്മളിങ്ങനെ പരിപൂർണമായിട്ടൊരു വിശ്വാസം ഒരാളിൽ അങ്ങനെ എക്സ്പെക്ട് ചെയ്യണത്, അതിലും ഒരു ഇതില്ലേ? ഇല്ല, പരിപൂർണമായിട്ട് വിശ്വസിക്കുക എന്നുള്ളതല്ല. നമുക്കൊരു വിശ്വസിക്കുക എന്നുള്ളത്, നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യണം. എനിക്ക് ഇന്ന ആളെ വിശ്വസിക്കാം, അയാളെ കൂടെ പോവാം, എന്റെ കാര്യങ്ങളൊക്കെ അയാളോട് പറയാം എന്നുള്ളൊരു ഒരു ബൗണ്ടറി സെറ്റിങ്സ് നമ്മൾ അവിടെ വേണം. ഈ ബൗണ്ടറി ഇല്ലാണ്ട് ഓവർ ട്രസ്റ്റ് കൊടുക്കുമ്പോഴല്ലേ നമുക്ക് ചിലപ്പോ വലിയ ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പോലും അവിടെ നമുക്ക് ഒരു മാനസികമായിട്ട് ഒരു തകർന്നു പോകുന്നത്. എപ്പോഴും നമ്മളൊരു ബൗണ്ടറി കീപ്പ് ചെയ്യുക. ആ ബൗണ്ടറി കീപ്പ് ചെയ്യാത്തോളം കാലം നമുക്കൊന്നും സംഭവിക്കില്ല. അതെ അതെ, കറക്റ്റ്. താങ്ക് യു സാർ.
ഈ ആർക്ക് ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ചോദിച്ചോ. ഇവിടെ ഒരു അടിപൊളി മനഃശാസ്ത്രജ്ഞനാണ് ഉള്ളത്. എന്തെങ്കിലും ആര് ഡൗട്ടുകളൊക്കെ അൻസാർ ഉണ്ടെങ്കിൽ സാറോ? ഇഷ്ടല്ലേ? നിസാർ അല്ല, സാറിന് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഞാനും നിങ്ങളൊന്ന് പൊക്കാൻ ശ്രമിച്ചു, നിങ്ങൾ അതിന് സമ്മതിക്കില്ല. ഏതായാലും രാവിലത്തെ പരിപാടികളൊക്കെ നടക്കട്ടെ. ഇത് വൈൻഡപ്പ് ചെയ്യുള്ളൂ, നമുക്ക് നാളെ സാറ് കാണാം എല്ലാവരും. പിഗ്മാലിയൻ എഫക്ട് എന്നതാണ് അൻസാർ സാറിന്. താങ്ക് യു. അപ്പൊ ഗുഡ് ഡേ ടു എവ്രി വൺ. എല്ലാവർക്കും നല്ല എൻകറേജ്മെന്റ് സപ്പോർട്ടോട് കൂടി നല്ലതായിട്ട് പെർഫോം ചെയ്യാൻ ഇടയാവട്ടെ. മാം, താങ്ക് ഈ യു ഒരു എവരിവൺ, താങ്ക് യു. ബാക്ക്ഗ്രൗണ്ട് സൂമിൽ ഓൾറെഡി ഉള്ളതാണോ അല്ലെങ്കിൽ എക്സ്ട്രാ ചെയ്തതാണോ? ഞാൻ എടുത്തതാ. ആ, അതൊന്ന് എനിക്കൊന്ന് അയച്ചു തരും, ആ പിക്ചർ ഒന്ന്. അയച്ചു തരാം. അല്ല, ഓക്കെ. എങ്ങനെ അയക്കും? ഐ ഡോണ്ട് ഹാവ് യുവർ നമ്പർ. ഞാൻ മെസ്സേജ് അയച്ചോളാം, നമ്പർ ഗ്രൂപ്പിലിടാം. എൻ്റെ ഉണ്ട്. ഓക്കെ. ഓക്കെ ശരി. ഇത് മണി പ്ലാന്റ് ആണോ പിന്നിലുള്ളത്? ഇത് ഇവിടെ ഇത് ഇത് ഏ ഇത് എന്ത് പ്ലാന്റ് എനിക്കറിഞ്ഞൂടാ. ഇത് റിയൽ അല്ലല്ലോ. മണി പ്ലാന്റ്. അതെ, അല്ല നന്നായി നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കറക്റ്റ് ആയിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു തോന്നുന്നു, വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട്. മണി പ്ലാന്റ് അല്ല, മണി പ്ലാന്റിന്റെ ഇല വ്യത്യാസമല്ലേ? മണി പ്ലാന്റ് ഇത്ര വലിപ്പം ഉണ്ടാവില്ല, കുറച്ചുകൂടി ചെറുതല്ല ഉണ്ടാവുക. ഇല്ല, അതെ, പക്ഷെ അത് തന്നെയല്ല, അത് മണി കൊടുത്ത് പടർന്നു. വാങ്ങിയ പ്ലാന്റ് ആണല്ലോ അല്ലെ? അത് ആരോ മണി കൊടുത്ത് വാങ്ങിയ പ്ലാന്റ് ബാക്ക്ഗ്രൗണ്ട് വെച്ച് ഫോട്ടോ എടുത്തതാ. ഞാനത് അടിച്ചു മാറ്റിയത്. എന്തായാലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, പാവം. കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ചിലപ്പോ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ടാവില്ല, മറ്റേ ശില്പിയുടെ പോലെ. ഞാനിന്ന് നമ്മുടെ സെഷനില് നമ്മളെ ഒരു ഇതേപോലെ ഒന്ന് ചെയ്യാൻ നോക്കി. ഒരു ബിൽഡിംഗ് വന്ന് അതിന്റെ ഉള്ളിൽ എന്റെ തല കുടുങ്ങി പോവാണ് ബാക്ക്ഗ്രൗണ്ട് വരുമ്പോ. അപ്പൊ ഞാൻ എന്റെ പഴയതുപോലെ തന്നെ ബ്ലറാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഒരു സാധനം ബാക്ക്ഗ്രൗണ്ട് കൊടുത്താലേ കാണുന്നവർക്ക് നല്ലൊരു ഫീലിങ്സ് ഉണ്ടാവുമല്ലോ. രാവിലെ തന്നെ വന്നിരിക്കുകയാണ്, അപ്പൊ നല്ലൊരു എന്താണ് ഫീലിംഗ് ഗുഡ് മൂവി കാണുന്നത് പോലെ. എനിക്കിത് സെറ്റ് ചെയ്യാനായിട്ട്, ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. റൗസാറുണ്ട് അവിടെ, റൗസാർ എന്നെ ഹെൽപ്പ് ചെയ്യണം. റൗസാറാണ് എല്ലാവർക്കും സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ കോഴ്സ് നടത്തുന്നുണ്ട്. ഇത് സെറ്റിംഗ്സിൽ സിമ്പിൾ ആണ്. ആ 3 ഡോട്ട്സിൽ സെറ്റിംഗ്സിൽ പോയാൽ നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്. പക്ഷെ സോഷ്യൽ മാമിന്റെ ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയാണ്. ഞാൻ തന്നെയാ സെറ്റ് ചെയ്ത കേട്ടോ. ദിവസവും ആക്ച്വലി പറയുന്ന പോലെ വലിയ പ്രയാസം ഇല്ല, എളുപ്പം ചെയ്യാൻ പറ്റും. എല്ലാ പ്രശ്നവും നമ്മൾ ഈ ഒരു ഫോട്ടോ നമ്മളത് ഇതിൽ സേവ് ചെയ്യുക, അതിലേക്ക് ചെയ്താൽ മതി. ഇതില് ഇത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് അവിടെ സൂസൻ മാം ഉണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആ പോസിറ്റീവ് എനർജി അല്ലേ നിസാർ സാറ്? അതെ. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ എൻകറേജ്മെന്റ് എനിക്ക് ഒത്തിരി ഇഫക്റ്റ് ആണ് കേട്ടോ. ഒരു പിഗ്മാലിയൻ എഫക്റ്റ് അവിടെയും കിട്ടി. വർക്ക് ചെയ്യുന്നുണ്ട്. താങ്ക് യു. ഞാനൊന്നും ചെയ്തില്ല, എത്രയേ ചെയ്തിട്ടുള്ളൂ. ഒരു മരം കൊണ്ടുവന്ന് വെച്ചു. ബൈ, ടാറ്റ, കാണാം. ഓക്കെ, എല്ലാവരും ഒരുപാട് സന്തോഷം. എല്ലാവരോടും താങ്ക് യു ഫോർ സപ്പോർട്ട്. ബൈ. താങ്ക് യു.